ഹലോ, ജോയേലാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിലെ നോമ്പ് കാലത്തെ ചില ഓർമ്മകളെക്കുറിച്ചാണ് പങ്കുവച്ചത്. ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാട്ടോ. അതിനു മുൻപ് ഞാനൊരു കഥ പറഞ്ഞുതരാം. നമുക്കെല്ലാവർക്കും കഥ കേൾക്കാനും കഥ പറയാനും ഒത്തിരി ഇഷ്ടമാണല്ലേ? എനിക്കൊത്തിരി ഇഷ്ടമാണ്. എനിക്ക് കഥ പറയാനാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 1ാം ക്ലാസ് പഠിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം അവസാനത്തെ പീരീഡ്, അതായത് 8ാമത്തെ പീരീഡ് സർഗവേള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീരീഡാണ്. നമ്മുടെ കഴിവുകളെ വളർത്താനുള്ള ഒരു പീരീഡ്. ചിലപ്പോൾ പല സ്ഥലങ്ങളിലും പല പേരാവും പറയുന്നുണ്ടാവുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിൽ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കഥ പറയാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികളും ആദ്യം പറയണ പോലെ ഞാൻ പറഞ്ഞു, ഇല്ല ടീച്ചറെ ഞാനില്ല എന്ന് പറഞ്ഞു. പിന്നെ ക്ലാസ്സിലെല്ലാം കുട്ടികളും ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പിന്നെ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനിപ്പോൾ അവിടെ അന്ന് ഞാൻ പറഞ്ഞ കഥ ഞാൻ ആ നിമിഷം ഉണ്ടാക്കിയ കഥയാണ് കേട്ടോ. സ്പോട്ടിലുണ്ടാക്കിയ കഥയാണ് ഞാൻ അന്ന് അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ജീസസ് യൂത്തിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു ഗാഗുൽത്തയിൽ വെച്ചിട്ട്. അപ്പോൾ ആ സമയത്തും ഒരു ഗെയിം, നമുക്കൊരു കടലാസ് തരും. അതിൻ്റെ അകത്ത് നമുക്കിഷ്ടപ്പെട്ട 2 വസ്തുക്കളുടെ പേര് എഴുതുക, പിന്നെ ഒരു നമ്പർ എഴുതുക. അപ്പോൾ ആ നമ്പർ അനുസരിച്ചിട്ട് നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ ആ പേപ്പറിൽ എഴുതിയ ആ 2 വസ്തുക്കളെ വെച്ചിട്ട് കഥ ഉണ്ടാക്കുക, സ്പോട്ടിൽ കഥ ഉണ്ടാക്കുക. അപ്പോൾ എനിക്ക് സ്പോട്ടിൽ കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോണ കഥ അങ്ങനെ സ്പോട്ടിൽ പറയണ ഒന്നല്ല കേട്ടോ. ഞാൻ അതൊരു സ്ഥലത്ത് കേട്ട കഥയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയല്ലേ? ഞാൻ റെഡി. ഹലോ, ജോയേലാണ്. കഥ തുടങ്ങുന്നത് ഒരു പൂന്തോട്ടത്തിലെ ഒരു വൈദികൻ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന്. അച്ഛൻ പറഞ്ഞു, മോൻ പള്ളിയിലേക്ക് പൊക്കോളൂ, ഞാനിപ്പോൾ വരാം. അച്ഛൻ്റെ ദേഹത്ത് ചെളിയും വിയർപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ കുളിച്ചിട്ട് ഞാൻ വേഗം വരാമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ കുട്ടി പള്ളിയിലേക്ക് ചെന്ന് കുമ്പസാരത്തിന് ഒരുങ്ങാണ്. അപ്പോഴേക്കും അച്ഛൻ വേഗം ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് പള്ളിയിലേക്ക് ചെന്നു. അപ്പോൾ ഈ കുട്ടീനെ കണ്ടിട്ട് അച്ഛൻ ചോദിച്ചു, നീ എന്താ ഇവിടെയും ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നോടല്ല പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി വിചാരിച്ചു, ഈ മാനസിക നില തെറ്റിയ വൈദികനായിട്ടാണോ ഞാൻ കുമ്പസാരിക്കേണ്ടേ എന്ന് വിചാരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ നിൽക്കുക. അപ്പോൾ അച്ഛന് കാര്യം മനസ്സിലായിട്ട് അച്ഛൻ പറഞ്ഞു, കുട്ടി നീ നിൽക്ക്, ഞാൻ നിന്നോടല്ല പറഞ്ഞേ, നിൻ്റെ അടുത്ത് ഒരു കുട്ടി പിശാച് നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ അവനോടാണ് ചോദിച്ചത് നീ എന്താ ഇവിടെയെന്ന്. അപ്പോൾ ഈ സമയം പിശാച് കുട്ടിക്ക് കാണുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പിശാച് പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം കുമ്പസാരിക്കുന്നതിന് മുൻപ് ഇവന് കൊടുക്കാൻ ഞാൻ വന്നതാ. ഇനി ഇവൻ്റെ ഈ കുമ്പസാരം കഴിഞ്ഞിട്ട് എനിക്കിത് എടുക്കണം. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അതെന്താണ് ആ സാധനം? അപ്പോൾ പിശാച് പറഞ്ഞു, നാണമെന്ന്. അതായത് ഈ കുട്ടി കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ പിശാച് ഇവൻ്റെ ഉള്ളിൽ നാണം എന്ന ഒരു സംഭവത്തെ നിക്ഷേപിക്കും.
അപ്പോൾ ഇവന് പല പാപങ്ങളും നാണം കാരണം തുറന്നു പറയാൻ പറ്റത്തില്ല. ആത്മാർത്ഥതയോടെ കുമ്പസാരിക്കാൻ പറ്റത്തില്ല. അത് ആ പിശാച് നാണം മാത്രമല്ല കേട്ടോ, മറവിയും കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു കുമ്പസാരം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ പിശാചിന് ഇവൻ്റെ മേലൊരു അധികാരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു വൈദികൻ പിശാചിനെ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. അതിനുശേഷം നല്ലൊരു കുമ്പസാരം ആ കുട്ടി ചെയ്തു. അങ്ങനെ ആ കുട്ടി വളരെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ കരുണ സ്വീകരിച്ച് മടങ്ങി പോകുമ്പോൾ ഈ കഥ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതെന്താണെന്ന്? വേറൊന്നുമല്ല, കുമ്പസാരക്കൂട്ടിൽ നാണമില്ലാതെ കുമ്പസാരിക്കാൻ സാധിച്ചാലേ ജീവിതത്തിലും സമൂഹത്തിലും ഈശോയെ സ്നേഹിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഈ ഒരു കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ഈശോയോട് പറയുന്ന സമയത്ത് ചിലപ്പോൾ ചില നിയോഗങ്ങൾക്കുള്ള ഉത്തരം ദൈവം തരാൻ നേരം വൈകും. അങ്ങനെയുള്ള 1-2 നിയോഗങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതിലെ ഒരു നിയോഗത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഇപ്പോൾ എന്നെ അറിയുന്നവർക്കറിയാം, ഞാനൊരു ഒറ്റമോനാണ്. അപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു നിയോഗമാണ് എനിക്കൊരു അനിയനോ ഒരു അനിയത്തിയോ ദൈവമേ തരുമോ എന്നുള്ളൊരു നിയോഗം. ഞാനത് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു 3-4 വർഷമൊക്കെ, കഴിഞ്ഞു പോയ 4-5 വർഷമൊക്കെ. പക്ഷെ അത് തുടർച്ചയായിട്ടല്ല, ഇടയ്ക്ക് വിട്ടു പോവും. എന്നാലും ഓർമ്മ വരുമ്പോൾ വീണ്ടും ചില സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആണ് ഈ അനിയന്മാർ അല്ല അനിയത്തിമാർ, ചേട്ടന്മാർ, ചേച്ചിമാരുടെയൊക്കെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ദൈവം പെട്ടെന്നൊന്നും എനിക്കൊരു ഉത്തരം തന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഉത്തരം തന്നത് കഴിഞ്ഞ വർഷമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കിപ്പോൾ ദൈവം എനിക്കൊരു അനിയത്തിനെ തന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ അപ്പനും അമ്മയിലൂടെ ആയിരിക്കും എനിക്കൊരു അനിയത്തിനെ തന്നിട്ടുണ്ടാവുക എന്ന് വിചാരിക്കും. ഞാനും അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചത്. അതായത് അങ്ങനെ തന്നെയാവും എനിക്ക് അനിയത്തിനെ കിട്ടുക എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദൈവം തന്നത് അങ്ങനെയല്ല കേട്ടോ. തീർച്ചയായിട്ടും ബൈബിളിലൊരു വചനം ഉണ്ടല്ലോ, നമ്മളൊന്ന് വിചാരിക്കും പക്ഷേ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതെന്ന്. എനിക്ക് ആ കോട്ടിങ് അറിഞ്ഞുകൂടാ, വചനങ്ങളൊക്കെ അറിയാം. അതുപോലെ കഴിഞ്ഞ വർഷമാണ്, സത്യത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അങ്ങനെ കഴിഞ്ഞ വർഷം എനിക്കൊരു അനിയത്തിനെ ദൈവം തന്നു. നമ്മളെല്ലാവരും ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം ഒരിക്കലും വെറുതെ ആയി പോവില്ല കേട്ടോ. കാരണം ഞാൻ ആ 4-5 വർഷമായിട്ട് പ്രാർത്ഥിച്ച നിയോഗത്തിന് ഇപ്പോൾ നോക്കുമ്പോൾ അതിന് ദൈവം ഉത്തരം തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഞാൻ ആരും അറിയാതെ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകൾ ദൈവം കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളും ഈശോ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉചിതമായ സമയത്ത് ഈശോ നിങ്ങൾക്ക് ഉത്തരം നൽകും.